സിഹർ എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരൻ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന സോസറി എന്ന് പറയുന്ന ഈ സാധനം പൈശാചിക വൃത്തിയാണ്. അതിന് ഇമ്പാക്റ്റ് ഉണ്ട് അള്ളാന്റെ ഖലാഓടുകൂടെ. അള്ളാഹ് അറിയാതല്ല. മാഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാ. They cannot harm or disturb anyone without the permission of Allah. അള്ളാഹ് അറിയാതൊന്നും നടക്കൂല. ഒരാളെയും ഉപദ്രവിക്കാൻ അള്ളാഹിന്റെ ഇൽമില്ലാതെയും അള്ളാഹിന്റെ ഖലാ ഇല്ലാതെയും നടക്കൂല. പക്ഷേ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സിഹറിന് അങ്ങനെ ഒരു പവർ ഉണ്ട്. റബ്ബ് കൊടുത്തതാണ്. എത്രയോ ആളുകൾ അതിന്റെ പേരിൽ ദുരന്തത്തിലാണ്. എത്രയോ വീടുകൾ കുടിയിരുന്നിട്ട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് നിങ്ങളെന്താ പറയാ, കുറ്റൂസാന്നാ പറയല്ലേ, എന്താ പറയല്ലേ, കുടിയിരിക്കല്ലേ, കുടികൂടൽ കഴിഞ്ഞിട്ട് ആ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത എത്രയോ വീടുകളുണ്ട്. എന്താ കാരണം എന്നറിയോ? ആ അസൂയ മൂത്തിട്ട് ആ വീടിന്റെ പണി നടക്കുമ്പോൾ തറന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിടും. ഓരോ സാധനം മുറ്റത്ത് കൊണ്ടുപോയി കുഴിച്ചിടും. ചില റൂമിൽ ഇരുന്നാൽ പുകഞ്ഞ് പുറത്തിയാടും. ഭീകര സ്വപ്നങ്ങൾ കാണും. ആരോ വാതിൽക്കൽ മുട്ടുന്നത് പോലെ ഇടക്കിടക്ക് ശബ്ദം കേൾക്കും. ആരും ഉണ്ടാവില്ല. ജനലടയുന്നത് പോലെ തോന്നും. കാറ്റൊന്നും ഉണ്ടാവില്ല. പേടിപ്പിക്കുക ശൈത്താന്മാരാണ്. ഇതിന് കാരണം സിഹറായിരിക്കും. വലിയൊരളവോളം സിഹറിന്റെ സാന്നിധ്യമുണ്ട്. സിഹർ ഖുർആൻ അംഗീകരിക്കുകയും പ്രസ്താവിക്കുകയും ഉണ്ടെന്ന് സമർത്ഥിക്കുകയും ചെയ്ത സാധനമാണ്. ഇനി ആർക്കെങ്കിലും അന്ധവിശ്വാസം തോന്നിക്കോട്ടെ. ലോകത്ത് ഓരോരുത്തർക്കും പലതും വിശ്വസിക്കാൻ അവകാശമുണ്ടല്ലോ. മുസ്ലിമീങ്ങൾക്കറിയാം അത് ഉള്ളതാണ്. അതിന് പരിഹാരമുണ്ട്. അതിന് പരിഹാരം വിശുദ്ധ കലാമ് തന്നെയാണ്. പുണ്യനബി തങ്ങൾ പറഞ്ഞ ഹിർസിന്റെയും ഹിഫ്ളിന്റെയും ദുആകളുമാണ്. റുഖിയയാണ്, ആയത്തുൽ കുർസിയാണ്, സൂറത്തുൽ ബഖറയാണ്, ഫലഖും നാസും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും അടങ്ങി ആയാത്ത് ഇബ്താലിസ് സിഹർ, സിഹർ ബാത്തിലാക്കുന്ന ആയത്തുകളുണ്ട് ഖുർആനിൽ. അതുകൊണ്ട് ചികിത്സിക്കാനും പറ്റും. അതിന് പറ്റിയ യോഗ്യരായ ആളുകളുടെ അടുത്ത് എത്തിപ്പെടണം മാത്രം. അതാണ് വിഷയം. പലരും പറ്റിക്കും. അത്ര ലക്ഷം വേണം. പൈസ ചോദിക്കുന്നുണ്ടോ? കള്ളന്മാരാ. പോകരുത്. ഒരു പറയും ശരിയാക്കി തരാം, പക്ഷെ കുറച്ച് പണിയെടുക്കാനുണ്ട്, 5 ലക്ഷം ആവും. എന്ത് പണി അതിനെടുക്കാനുള്ളത്? ഇതറിയുന്ന ആളുകൾക്ക് ഖുർആൻ ഓതിയിട്ട് ഒരു മുഅ്മിനായ മനുഷ്യന് വന്ന പ്രയാസം നീക്കിക്കൊടുക്കുക എന്ന് പറഞ്ഞ വലിയൊരു കൂലിയുള്ള സാധനം ഈ പൈസ വാങ്ങി നശിപ്പിക്കും. പൈസകൾ കൊടുക്കണം. നിങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യുമ്പോൾ സന്തോഷിപ്പിക്കണം. അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം പറഞ്ഞു പോരരുത്. നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യും, നിങ്ങൾ സന്തോഷിപ്പിക്കണം. പക്ഷെ ഒരു മനുഷ്യൻ ചോദിച്ചു വാങ്ങാൻ പാടില്ല. എനിക്കിത്ര തന്നാലേ ഞാനിത് ചെയ്യുള്ളൂ, എനിക്കിത്ര വേണം. അത് ഈ പണി ചെയ്യുന്ന ആൾക്കാർക്ക് ബർക്കത്തുണ്ടാവില്ല. അവര് ചെയ്താൽ ഇത് ബാത്തിലാവില്ല.